പ്രിയമുള്ള സഹോദരങ്ങളെ, റിസ്ക് ലഭിക്കാനുള്ള മാർഗങ്ങളിൽ ഏറെ സുപ്രധാനമായ വഴിയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത്. അവൻ വാഗ്ദാനം നൽകിയ കാര്യമാണ്. അവനെ സൂക്ഷിച്ചവർക്ക് അവർ വിചാരിക്കാത്ത വഴിയിലൂടെ ഉപജീവനത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു നൽകുമെന്ന്. അള്ളാഹു പറഞ്ഞു, وَمَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ. അള്ളാഹു പറയുന്നു, وَمَن يَتَّقِ اللَّهَ, ആരവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ, يَجْعَل لَّهُ مَخْرَجًا, അള്ളാഹു അവന് പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്. وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകുന്നതാണ്. ആര് അള്ളാഹുൽ തവക്കുലാക്കിയോ അവന് അള്ളാഹു മതിയായവനാണ്. റബ്ബിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തഖ്വല്ലാഹ്, റബ്ബിനെ സൂക്ഷിക്കുക എന്നത് അവൻ റിസ്ക് നൽകുന്ന പ്രധാനപ്പെട്ട വഴികളിൽ ഒന്നാണ്. അതിന്റെ മറുവശമാണ് തിന്മകൾ ഉപേക്ഷിക്കുക എന്നത്. പാപങ്ങൾ അത് റിസ്കിനെ മുടക്കിക്കളയും. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് അവൻ ഉപേക്ഷിച്ചാൽ ധാരാളക്കണക്കിന് റിസ്കിന്റെ വാതിലുകൾ തുറന്നു നൽകും. തിന്മകളിലൂടെ ഒരുവൻ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരിക്കലും അവന് അത് സമാധാനമോ സന്തോഷമോ നൽകുകയില്ല. അതിൽ ബറക്കത്തുണ്ടാവുകയില്ല. അവന്റെ കൺമുന്നിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും, കയ്യിൽ പണമുണ്ട് എങ്കിലും. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ ഐശ്വര്യം മനസ്സിൽ നൽകിയവൻ, അവന്റെ കയ്യിൽ എന്തെങ്കിലും കുറവാണ് എങ്കിലും അവന്റെ കൺമുന്നിൽ അള്ളാഹു ഐശ്വര്യം നൽകും. അവനൊരു ദരിദ്രനെ പോലെ അല്ല ജീവിക്കുക, മറിച്ച് അവന്റെ മനസ്സ് അത് വിശാലമായ അവസ്ഥയിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറദ് വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ഒരുപാട് വിഭവങ്ങൾ കയ്യിലുണ്ടാവുക എന്നതല്ല ധന്യത, അതല്ല ഐശ്വര്യം എന്ന് പറയുന്നത്, അതല്ല യഥാർത്ഥ സമ്പന്നത. വലാകിന്നൽ ഗിന ഗിന നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ്. അള്ളാഹു മനസ്സിൽ ധന്യത നൽകുക, അതാണ് ഏറ്റവും യഥാർത്ഥത്തിലുള്ള സമ്പത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ലേ നോക്കൂ നിങ്ങൾ, എത്രയോ പണക്കാരുണ്ട്, അവന്റെ ഖൽബ് ഫഖീറാണ്. എത്രയോ സാധുക്കളുണ്ട്, അവന്റെ ഖൽബ്, അവന്റെ ഹൃദയം അത് ഗനിയാണ്, അത് സമ്പന്നമാണ്. അവൻ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ് കഴിയുന്നത് എന്ന് അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. തിന്മകൾ അത് നമ്മെ നശിപ്പിച്ചു കളയും. അല്ലാഹു നൂഹ അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് പറഞ്ഞതുപോലെ, മിമ്മ ഖതീആതിഹിം ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറാ. മിമ്മ ഖതീആതിഹിം, അവരുടെ തിന്മകളും അബദ്ധങ്ങളും കൊണ്ട്, അവരുടെ തിന്മകൾ കൊണ്ട്, പാപങ്ങൾ കൊണ്ട്, ഉഗ്രിഖൂ, അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു. അതാ സഹോദരങ്ങളെ, നാം മുങ്ങിപ്പോകും, തിന്മകളിൽ മുങ്ങിപ്പോകും, അത് നമ്മെ നശിപ്പിച്ചു കളയും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ വിശാലമായ റിസ്ക് നൽകുന്നതാണ്. അതിനുള്ള മറ്റൊരു വഴിയാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നത്. അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനത്തിന് തേടുക. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, പാപമോചനം തേടൂ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അവൻ മുകളിൽ നിന്ന് സമൃദ്ധമായി നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു നൽകും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, സമ്പത്ത് തന്ന് സന്താനങ്ങളെ നൽകി അവൻ നിങ്ങളെ പരിപോഷിപ്പിക്കും. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ, അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഒരുക്കി തരും, അവൻ നിങ്ങൾക്ക് നദികൾ ഒഴുക്കി തരും. നോക്കൂ, റബ്ബിന്റെ വാഗ്ദാനമാണ്. അവനോട് പാപമോചനം തേടൂ, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ, അള്ളാഹു റിസ്ക് വർദ്ധിപ്പിച്ചു തരും. മഹാനായ താബിഈ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അരികിലേക്ക് 3 പേർ വന്ന്, ഒരാൾ സങ്കടം പറഞ്ഞു, മക്കളില്ല. മറ്റേയാൾ കൃഷി വിഭവങ്ങൾ വളരെ കുറവാണ്, കൃഷി എപ്പോഴും നഷ്ടത്തിനാണെന്ന് പറഞ്ഞു. മറ്റൊരാൾ ദാരിദ്ര്യത്തെക്കുറിച്ച് സങ്കടം പറഞ്ഞു. അദ്ദേഹം 3 പേരോടും പറഞ്ഞു, ഇസ്തഗ്ഫിർ ഇസ്തഗ്ഫിർ ഇസ്തഗ്ഫിർ, പാപമോചനം തേടുക, അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറയുന്നത് കാണാം, നബിയുടെ കൂടെ ഒരു മജ്ലിസിൽ ഇരുന്നാൽ ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു. ഒരൊറ്റ ഇരിപ്പിൽ ഒരു മജ്ലിസിൽ കൂടെ ഇരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മജ്ലിസ് പിരിയും മുന്നേ 100 തവണ പറയുന്നത് ഞങ്ങൾ എണ്ണാറുണ്ട്. റബ്ബിഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, അല്ലെങ്കിൽ റബ്ബിഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. റബ്ബേ, നീ എനിക്ക് പുറത്തു നൽകണമേ, എന്റെ തൗബ സ്വീകരിക്കണമേ, നീയാണ് തൗബ സ്വീകരിക്കുന്നവൻ, പാപങ്ങൾ പൊറുക്കുന്നവൻ, കരുണ ചൊരിയുന്നവൻ.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തേടിക്കൊണ്ടിരിക്കുക. റബ്ബ് ഗ്ഫിർലി വതുബ് അലൈ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ അർഹംനി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഇങ്ങനെ തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ വാചകങ്ങൾ സഹോദരങ്ങളെ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയായിരുന്നാലും, ഏത് സന്ദർഭത്തിലും, ജോലിക്കിടയിലാണോ, യാത്രക്കിടയിലാണോ, ഏതേത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക, അത് വർദ്ധിപ്പിച്ചുകൊള്ളുക. അള്ളാഹു റബ്ബുൽ ആലമീൻ റിസ്ക് നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, അതുപോലെ റിസ്കിനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്, യാതൊരു സംശയവുമില്ല, ഹലാലായ റിസ്കിനു വേണ്ടി അന്വേഷിക്കുക, അതിനുവേണ്ടി അള്ളാഹുൽ തവക്കുലാക്കി ഇറങ്ങുക എന്നത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹി നുശൂർ. ഭൂമി അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക, അവന്റെ റിസ്ഖ് അന്വേഷിച്ചു കൊള്ളുക, അവനിലേക്കാണ് തിരിച്ചുപോക്ക്. ജുമുഅ നിസ്കാരത്തെ കുറിച്ച് ആ സമയത്ത് നിങ്ങൾ കച്ചവടം ചെയ്യരുത് എന്ന് പറഞ്ഞതിനു ശേഷം, ആ വിലക്കിനു ശേഷം അള്ളാഹു പറഞ്ഞു, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിലൂടെ സഞ്ചരിച്ചോളൂ, നിങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ റിസ്കിൽ നിന്ന് തേടിക്കോളൂ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, നിങ്ങൾ അവൻ ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസ്ക് അന്വേഷിക്കാനുള്ള ബറക്കത്തുള്ള സമയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകി. രാവിലെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എന്റെ ഉമ്മത്തിൽ ബറക്കത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നേരത്തെ സുബ്ഹിന് തൊട്ടു ശേഷമുള്ള സമയം, പ്രത്യേകിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം, ആ സമയം ബറക്കത്തുള്ള സമയമാണ്. നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എങ്കിലും, നീ പഠിക്കുകയാണോ, ആ സമയത്ത് ചെയ്താൽ ബറക്കത്ത് കൂടുതലാണ്. നീ കച്ചവടം ആ സമയത്ത് ചെയ്യുകയാണോ, ബറക്കത്ത് കൂടുതലാണ്. ആ സമയത്ത് നീ ഉറങ്ങിയാൽ ഈ ശ്രേഷ്ഠമായ സമയമാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫി ബുകൂരിഹാ. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന് അവർ ആ സമയത്ത് നേരത്തെ ചെയ്യുന്ന പ്രവർത്തനം, ഒരു പകലിന്റെ ആദ്യ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനത്തിൽ നീ ബറക്കത്ത് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. സഖർ എന്നു പേരുള്ള ഒരു സഹാബി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടതിനു ശേഷം, ആ മഹാനായ സഹാബി അദ്ദേഹം തന്റെ കച്ചവടം ആ സമയത്തേക്ക് മാറ്റുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിച്ച് അതെവിടെ വെക്കണമെന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ സമ്പത്ത് വർദ്ധിച്ചുവെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിലൂടെ നമ്മൾ റിസ്ക് തേടുക. ഫഅജ്മിലു അത്ലബ്, നിങ്ങൾ ഭംഗിയായി റിസ്ക് അന്വേഷിക്കുക, ആരുടെ മുന്നിലും കൈനീട്ടാതെ, ആളുകൾക്ക് മുന്നിൽ നിങ്ങൾ എന്തോ അവരുടെ ആശ്രിതരെന്ന പോലെ തലകുനിക്കാതെ നിങ്ങൾ ഭംഗിയായി റിസ്ക് തേടുക. അറിയുക, അള്ളാഹു നിശ്ചയിച്ച റിസ്ക് അത് പരിപൂർണമായി നേടിയിട്ടല്ലാതെ ഒരാളും മരിക്കാൻ പോകുന്നില്ല. ആയുസ് തീർന്നാൽ മരണം എങ്ങനെ നിന്റെ പിന്നാലെ വന്ന് നിന്നെ പിടികൂടുന്നുവോ അതുപോലെ അല്ല, അതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു നിനക്ക് നിശ്ചയിച്ച റിസ്ക് നീ അതിനെ അവഗണിച്ചു പോയാലും നിന്റെ പിന്നാലെ വരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന റിസ്ക ലയത്ലുബുൽ അബ്ദ അക്സറ മിമ്മാ യത്ലുബുഹു അജലുഹു. ഒരുവനെ അവന്റെ ആയുസ് തേടിപ്പോകുന്നതിനേക്കാൾ അവന്റെ റിസ്ക്, അള്ളാഹു അവനെ നിശ്ചയിച്ച റിസ്ക് അവന്റെ പിന്നാലെ വരും. അല്ലേ? നമ്മുടെ എല്ലാം അനുഭവങ്ങൾ എത്രയുണ്ട്. നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നമുക്ക് ലഭിക്കുമെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചു, പക്ഷെ അത് നമുക്ക് ലഭിച്ചില്ല. എന്നാൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നമുക്ക് ഒരുപാട് തവണ റിസ്ക് നൽകിയിട്ടുണ്ടാകും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി, അല്ലെങ്കിൽ ഒരുപക്ഷെ നാം വേണ്ട എന്ന് വിചാരിച്ചത്, അങ്ങനെ വിചാരിച്ച വഴി എത്ര തവണ അള്ളാഹു നമുക്ക് തുറന്നു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നീ റിസ്ക് അന്വേഷിക്കുക, ഹലാലായ പ്രവർത്തനം അത് നടത്തുക. അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ നിനക്ക് ലഭിക്കുകയില്ല എന്നറിയുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അത് മുഴുവൻ അനുഭവിച്ചിട്ടല്ലാതെ, അതിലൊരു അന്നമുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടല്ലാതെ, അതിലൊരു തുള്ളി വെള്ളമാണ് എങ്കിൽ അത് കുടിച്ചിട്ടല്ലാതെ നീ മരിക്കുകയില്ല എന്നറിയുക. അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയതാണ്. ഉമ്മയുടെ വയറ്റിൽ, ആ വയറ്റിലായിരിക്കെ മലക്ക് വന്ന് രേഖപ്പെടുത്തിയ 4 കാര്യങ്ങളിൽ ഒന്നെന്താണ്? റിസ്ഖാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അതുപോലെ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അള്ളാഹു റബ്ബുൽ ആലമീൻ മലായികത്തിനെ കൊണ്ട് അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആയുസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നോക്കൂ, റബ്ബിന്റെ റസ്സാഖ് എന്ന നാമം ശരിക്കും മനസ്സിലാക്കുക, അവനിൽ ഭരമേൽപ്പിക്കുക.
അവന്റെ റിസ്കിനു വേണ്ടി തേടുക, അവനോടല്ലാതെ അത് തേടാതിരിക്കുക, അവനിൽ തവക്കുലാക്കുക. അവൻ ഹറാമാക്കിയ വഴിയുടെ ഒരിക്കലും പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റിസ്ക് അന്വേഷിക്കരുത്. അവൻ ഹറാമാക്കിയ വഴി അത് നമ്മെ നശിപ്പിച്ചു കളയും. വഞ്ചനയും ചതിയും പലിശയും അതുപോലുള്ള കാര്യങ്ങളുമെല്ലാം വളരെ വളരെ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ അവകാശങ്ങൾ, അവരുടെ ഹക്കുകൾ അത് അനുഭവിച്ച് അതവർക്ക് നൽകാതെ അവരോട് അനീതി ചെയ്ത് അക്രമം ചെയ്ത് ഒരിക്കലും മുന്നോട്ട് പോകരുത്. അള്ളാഹു അത് വിട്ടുതരികയില്ല. അവരുമായി പരലോകത്ത് തീർക്കേണ്ടി വരും. സമ്പാദ്യം നന്നാക്കുക. സമ്പാദ്യം മോശമായാൽ അത് നമ്മുടെ ഈമാനിനെ വരെ ബാധിച്ചേക്കും. അത് നമ്മുടെ മക്കളുടെ സലാഹിനെ, അവരുടെ നന്മയെ ബാധിച്ചേക്കും. അവർ മോശക്കാരായേക്കും. ഇങ്ങനെ ഒരുപാട് വിചാരിക്കാത്ത അപകടങ്ങൾ ഹറാമായ സമ്പാദ്യം കൊണ്ട് ലഭിച്ചേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹലാലായ വഴിയിലൂടെ മാത്രം സമ്പാദിക്കാൻ മരണം വരെ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.